ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന അർബൻ ബാങ്കിൽ DP രാജശേഖരൻ്റെ വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എന്താണെന്ന് ഇനിയും ഒരുപാട് പേര് അറിയാനുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആർക്കും ഒന്നിനെ പറ്റിയിട്ടും വ്യക്തതയില്ലാതെയാണ് കുറേ പൈസ ഞങ്ങൾക്ക് കിട്ടി, എന്തിൻ്റെ പൈസയാണ്, എങ്ങനത്തെ പൈസയാണെന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഈ കോൺഗ്രസ്സുകാരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് പോലെ അവരെന്തോ ഞങ്ങൾക്ക് ഔദാര്യം തരുന്ന രീതിക്കാണ് ഇപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണ സ്ഥാപനങ്ങളുടെ കോഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിയമന കോഴയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ വിഷയം എന്ന് പറയുന്നത്. നിയമന കോഴയാണ്. അന്ന് നമ്മുടെ IC ബാലകൃഷ്ണൻ ജില്ലയിൽ നിൽക്കുന്ന സമയത്ത് MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ അന്നാണ് ഈ സഹകരണ കോഴയുടെ ആരംഭം കുറിക്കുന്നത്. അവരന്ന് എന്താണ് ചെയ്തത്? ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി നിയമനം നടത്തി തരാമെന്ന് പറഞ്ഞ് ഒരുപാട് പൈസ മേടിക്കുന്നു. ആ പൈസ ജനകീയനായ നേതാവായിരുന്നു അച്ഛൻ. ആ സമയത്ത് ഒരു പാട് ഒന്നും പറയാൻ പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. നല്ലവനായ നേതാവായിരുന്നു. അച്ഛൻ്റെ ഈ വിശ്വാസ്യതനെയാണ് അവർ ചൂഷണം ചെയ്തത്. DCCയുടെ ചെക്ക് ഒപ്പിട്ടെടുത്ത് DCCയുടെ ട്രഷറായിരുന്ന അച്ഛൻ്റെ കയ്യിൽ ഈ ഉദ്യോഗാർത്ഥികളിൽ പലരും പൈസ കൊണ്ടു കൊടുത്തു. ഈ പൈസ പിന്നീട് ഇവരെന്ത് ചെയ്തു? 22 നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് 22 നിയമനം ഓൾറെഡി അവർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ നിയമനമായിരുന്നു. എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഈ നിയമനങ്ങൾ ഓൾറെഡി ചെയ്ത നിയമനമാണെന്ന് ഓർക്കണം. സിനിമ സ്ക്രിപ്റ്റ് പോലെയായിരുന്നു. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ ഇലക്ഷൻ നടത്തുന്നു. പക്ഷേ അവരുടെ ദൗർഭാഗ്യം എന്ന് പറയുന്ന പോലെ ആ ഇലക്ഷനിൽ BJP വരുന്നു. തിരിച്ച് ഒബ്വിയസ്ലി ഈ ഉദ്യോഗാർത്ഥികൾ ഇവരോട് തിരിച്ച് പൈസ ചോദിക്കുന്നു. പൈസ ചോദിച്ചിട്ട് അധിക പേരും വരുന്നത് അച്ഛൻ്റെ അടുത്താണ്. കാരണം ഇതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പൈസ കൊടുത്തിരുന്നത് അച്ഛൻ്റെ ചെക്കിലും അച്ഛൻ്റെ വിശ്വാസത്തിലുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ ICൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നു. IC കൈമലർത്തുന്നു. അതാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. IC ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പൈസ മേടിച്ചു പോയത് ഞങ്ങൾ കണ്ടതാണ്. അന്ന് ഞങ്ങളിത് പറയാതിരുന്നത് അച്ഛൻ കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടീനെ കളങ്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞൊരു കാര്യം. അതുകൊണ്ടാണ് അന്ന് ഞങ്ങളിത് പറയാണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ അതിന് സാക്ഷിയാണ്. വിജിലൻസിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തതിൽ ഓൾറെഡി ഇതെല്ലാം മുന്നേ പറഞ്ഞതാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞില്ല എന്ന് മാത്രം. ഇതായിരുന്നു സംഭവം. അതിന് വേണ്ടിയിട്ട് തിരിച്ച് ഉദ്യോഗാർത്ഥികൾ പൈസ തിരിച്ച് ചോദിച്ച സമയത്ത് ഈ IC അച്ഛൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് നിലവിൽ അർബൻ ബാങ്ക് കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ഞങ്ങളിപ്പം തൽക്കാലം വിജയേട്ടനൊന്ന് രക്ഷിക്കണം, വിജയേട്ടൻ്റെ വീടും പറമ്പും അവിടെ വെച്ചിട്ട് ആ പൈസ എടുത്ത് തൽക്കാലം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അഭിമാനിയായ അച്ഛൻ്റെ ആ പൈസ കുറേ ഉദ്യോഗാർത്ഥികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും വേറെ അച്ഛൻ്റെ സ്വത്തുക്കളും വേറെ ഭൂമിയും വിറ്റിട്ടും പണയം വെച്ചിട്ടും ആ മനുഷ്യനെ കൊണ്ട് കഴിയാവുന്നതിലും താങ്ങാവുന്നതിലും അപ്പുറം ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അഭിമാനത്തിൻ്റെ പേരിൽ കൊടുത്തുകൊണ്ടിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ പാർട്ടി എന്നെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം, തൊട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ താഴേക്ക് കടം കയറി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു കുറ്റബോധമാണോ, പാർട്ടി എന്നെ ചതിക്കുകയാണോ, ആരാണ് ചതിക്കുന്നതെന്ന് മനസ്സിലാവാത്ത നിമിഷത്തിലാണ് അന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന സുധാകരന് അച്ഛൻ നേതൃത്വത്തിനുള്ളിൽ നിന്ന് അന്വേഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം തയ്യാറാക്കി വിത്ത് പ്രൂഫ് കൊടുക്കുന്നത്. അന്ന് ഈ നേതൃത്വം ഏൽപ്പിച്ച ആളായിരുന്നു ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ച DP രാജശേഖരനും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിനയൻ എന്ന് പറഞ്ഞൊരു ആളുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അവരാണ് ICക്ക് അനുകൂലമായിട്ട് മറുപടി കൊടുത്തതും അച്ഛൻ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് പാർട്ടിനുള്ളിൽ തന്നെ നടന്ന പ്രശ്നമാണിത്. അതിനുശേഷം പാർട്ടി തീർത്തും ഒറ്റപ്പെടുത്തി എന്ന് തോന്നിയ ആ മനുഷ്യൻ ഒരു രീതിയിലും നീതി കിട്ടുന്നില്ല, ഒരു രീതിയിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ അനിയനെയും കൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അന്ന് ആത്മഹത്യ ചെയ്തതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം എല്ലാവരും കണ്ടതാണ്. കോൺഗ്രസിനുള്ളിൽ പ്രശ്നമുണ്ടായി, ICക്കെതിരെ പ്രശ്നമുണ്ടായി, കോൺഗ്രസിന് അതൊരു വെല്ലുവിളിയായി മാറിയ സമയത്ത് ഇവരെന്ത് ചെയ്തു? ഒരു ഉപസമിതി ഉണ്ടാക്കി ഞങ്ങളെ വീട്ടിൽ വന്ന സമയത്ത് അവരെന്താ പറഞ്ഞത്? വിജയൻ്റെ ബാധ്യതകളെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. തിരുവഞ്ചൂർ ഈ മാധ്യമങ്ങളോടാണ് പറഞ്ഞത്, ആരും വിജയൻ്റെ കുടുംബത്തിന് ഇനി ബുദ്ധിമുട്ടിക്കേണ്ട, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം മാധ്യമങ്ങളോട് ചോദിച്ചാൽ മതി എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അങ്ങനത്തെ അവർ പിന്നെയും എൻ്റെ ഭർത്താവിനെയും എന്നെയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം 2 മാസം ഞങ്ങൾ അന്നപ്പോഴും ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ വിശ്വസിച്ച് നിന്നു. അത്രയും വലിയ ആളുകളാണ് നമുക്ക് വന്ന് ഉറപ്പ് തന്നിട്ട് മീഡിയന് മുന്നിലാണ് അവർ പറഞ്ഞു പോയിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ സമയത്ത് എന്നെയും ഹസ്ബൻഡിനെയും വിളിച്ചു നിർത്തി അവർ ഏകപക്ഷീയമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് KPCCയിൽ ഫണ്ടില്ല, ഞങ്ങൾക്ക് ഇത്ര കാര്യം ചെയ്തു തരാൻ പറ്റുള്ളൂ. ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യം 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് ക്യാഷായിട്ട് തരാമെന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന ഒരു ലോണ്, ഒരു ഫൈനാൻസിൽ എടുത്തിരിക്കുന്ന ലോണ് അടച്ച് ക്ലോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിന് പുറമെ ഞങ്ങളുടെ വീടും പട്ടയവും വെച്ചിരിക്കുന്ന സ്ഥലവും എടുത്തു തരാമെന്ന് പറഞ്ഞു. അതിൽ അച്ഛൻ്റെ ലെറ്ററിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്
ഇതാ ലാസ്റ്റത്തെ 2 പേജിൽ ഞാൻ എൻ്റെ ഫോട്ടോകോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. 32 ലക്ഷം രൂപയ്ക്ക് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ എൻ്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുത്ത് ബാധ്യതകളെല്ലാം തീർത്തു എന്ന് വ്യക്തമായിട്ട് ഇതാ ആൾക്കാരുടെ പേര് സഹിതം അച്ഛൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ നേതൃത്വം പറഞ്ഞത്? ഈ കത്ത് കള്ളാണെന്നാണ് അവർ പറയുന്നത്. അന്ന് അവർക്ക് സത്യമുണ്ട് വിജയൻ്റെ കുടുംബത്തിനോടൊപ്പം എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ അവർ അന്ന് അതെല്ലാം സമ്മതിച്ചത്. ഇന്നലെ ഇവർ ഇവിടെ ബാങ്കിൽ നിന്ന് മീറ്റിംഗ് വിളിച്ച് ഓരോ 2007 എന്തൊക്കെയോ കണക്കെടുത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അർബൻ ബാങ്ക് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒരു ലോൺ അടച്ച് ആ ലോൺ ക്ലോസ് ചെയ്താൽ മാത്രമേ അടുത്ത ലോണായിട്ട് കൊടുക്കുള്ളൂ എന്നാണ് എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അല്ലാതെ ഒരു പുതുക്കൽ പരിപാടി അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുതുക്കൽ പരിപാടി എന്ന കാര്യം അവിടെ ഉണ്ടോ എനിക്കറിയില്ല. അച്ഛൻ എടുത്തത് 2007 അച്ഛൻ ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യമല്ല. 2007 എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇന്നലെ DP രാജശേഖരൻ പറഞ്ഞല്ലോ വ്യവസായത്തിന് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തതെന്ന്. ഒരു ബാങ്ക് ഒരു വ്യക്തിക്ക് ലോൺ കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ വ്യവസായം, അല്ലെങ്കിൽ ഭവന നിർമ്മാണം, അല്ലെങ്കിൽ വാഹനങ്ങൾ മേടിക്കാൻ, ഇത്രയും കാര്യങ്ങൾക്കാണ് ലോൺ കൊടുക്കുന്നത്. അല്ലാതെ ഈ നിയമനക്കോഴ മേടിച്ച് IC ബാലകൃഷ്ണന് തിരിച്ചടച്ചു കൊടുക്കാൻ എന്നൊരു ഓപ്ഷൻ ആ ബാങ്കിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് അച്ഛൻ എടുക്കാമായിരുന്നോ? അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ DP രാജശേഖരൻ പറഞ്ഞല്ലോ എന്താണ് വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. 2007 ജനൌഷധി എന്നൊരു പ്രസ്ഥാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അച്ഛൻ ജനൌഷധി തുടങ്ങിയിരിക്കുന്നത് 2017 2017 നവംബർ 21 ഈ പറയുന്ന IC ബാലകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതാ IC ബാലകൃഷ്ണൻ MLA ആയതിനു ശേഷമാണ് ഈ ഒരു സംഭവം അച്ഛൻ തുടങ്ങുന്നത് തന്നെ. 2017 പിന്നെ എന്ത് വ്യവസായം ഞങ്ങൾ തുടങ്ങിയെന്ന ഞാൻ 2008 മുതൽ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം പൂർണ്ണമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ മാത്രമായിരുന്നു അച്ഛൻ. പാർട്ടിയിൽ നിന്ന് അച്ഛന് നേരിട്ട് ഒരുപാട് അവഗണനകളും പിന്നെ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഒരു ജനൌഷധി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി സ്വന്തം കാര്യങ്ങൾ തോന്നിക്കാണും. അപ്പോഴേക്കും ഏകദേശം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കാണും. അതുകൊണ്ടാണ് ലോൺ എടുത്തിട്ട് അച്ഛൻ്റെ IOB ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ അവർ എന്ത് വ്യക്തമല്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഒരു കരാർ ഒപ്പിട്ട് കരാർ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പം നിലവിൽ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളാണ് അവർ എഴുതി പിടിപ്പിക്കുന്നത്. ഇന്നലെ അവരുടെ ഒരു നേതാവിനെതിരെ ഞാൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ സ്ക്രീൻഷോട്ടിൽ അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഭക്ഷണം കിട്ടാതെയാണ് വിജയേട്ടൻ്റെ മകനും മരിച്ചിരിക്കുന്നതെന്ന്. 50 വർഷം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഭക്ഷണം കിട്ടാതെ പുറമെ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു?